ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ലിസ്റ്റ് പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ലിസ്റ്റ് കോംപ്രഹെൻഷനിൽ നിന്നാണ്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ. സോ അതിന്റെ സിന്റാക്സ് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഒരു പേരുണ്ടാവും, ലിസ്റ്റിന് നമ്മളൊരു പേര് കൊടുക്കും. ഫസ്റ്റ് തന്നെ ഒരു വേരിയബിൾ നെയിം, അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇത് അസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ലിസ്റ്റ് കോംപ്രഹെൻഷനിൽ ഫസ്റ്റ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇത് ആരംഭിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ എക്സ്പ്രഷനിലേക്ക് ഒരു വാരിയബിൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ വാരിയബിൾ എവിടുന്ന വരുന്നത് എന്നുള്ളത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ ഫോർ വാരിയബിൾ ഇൻ ഏതെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടാവും. ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലിസ്റ്റ് ആയിരിക്കാം, ടപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു റേഞ്ച് ഫംഗ്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഇതായിരിക്കാം വരുന്നുണ്ടാവുക. ദെൻ സീക്വൻസ്, എന്നിട്ട് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇഫ് കണ്ടീഷൻ കൂടി കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ട പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലാവില്ല. നമുക്കിത് അങ്ങനെ ഓരോന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൽ ഞാൻ എ ഇസ് ഈക്വൽ ടു ഒരു സ്ക്വയേഴ്സിന്റെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഒരു എന്താ പറയുക ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഞാൻ എനിക്ക് സ്ക്വയർ ആണ് വേണ്ടത്. സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ പവർ കാണണം. അപ്പൊ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിന്റെ പവർ കാണാണ്. എന്നിട്ട് ഞാൻ പറയണേ എക്സ് എവിടുന്ന വരുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിതിന് ഫോർ എക്സ് ഇൻ ഞാനിവിടെ റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. റേഞ്ച് ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് അതിൽ എൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ട നമ്പർ 1 ആണ്. എനിക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് അവസാനിക്കേണ്ടത് 11ലാണ്. ഓക്കെ, അപ്പം റേഞ്ചിൽ നമ്മൾ 11 ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഇത്രയും ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ ഓരോ എക്സുകൾ എന്ന് പറയുന്നത് ഈ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 10 വരെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പം ഈ ഓരോ എക്സുകളും പോയിട്ട് ഈ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് 1 കിട്ടും, പിന്നെ 2ന്റെ 4 കിട്ടും, പിന്നെ 3ന്റെ 9 കിട്ടും. അങ്ങനെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 100 കിട്ടും. ഓക്കെ, 10ന്റെ 100 നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ലൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ റേഞ്ച് ഫംഗ്ഷൻ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ റേഞ്ച് ഫംഗ്ഷനിൽ നമ്മളൊരു 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റോപ്പ് പോയിന്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റെപ്പ് സൈസും കൂടി നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം റേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ ഒരു നമ്പർ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ 5 മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. പിന്നെ 1, 2, 3, 4 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ റേഞ്ച് ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്. എനിക്കിത് 5 വരെയുള്ള നമ്പേഴ്സ് കിട്ടണം. അപ്പൊ ഞാനിവിടെ 6 കൊടുക്കണം. അപ്പൊ എനിക്ക് 1, 2, 3, 4, 5, 6 വരെയുള്ള നമ്പേഴ്സ് എനിക്കിവിടെ കിട്ടും. സോറി, 6 കിട്ടത്തില്ല, 5 വരെയുള്ള നമ്പേഴ്സ് എനിക്കിവിടെ കിട്ടും. അപ്പൊ ലാസ്റ്റ് കൊടുക്കുന്ന നമ്പർ നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പൊ ലാസ്റ്റ് എന്താണോ വരേണ്ടത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ വേണം റേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് റേഞ്ച് ഫംഗ്ഷൻ വരുന്നത്. ഇനി ഞാൻ റേഞ്ച് ഫംഗ്ഷന്റെ ഉള്ളിൽ അടുത്തത് സ്റ്റെപ്പ് സൈസും കൂടി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ 1, 6, 2 ആണ് ഞാൻ സ്റ്റെപ്പ് സൈസ് കൊടുക്കുന്നത്. നമുക്ക് 2 സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അടുത്ത നമ്പർ വിടും, പിന്നെ 3 ആണ് അടുത്തത് കിട്ടുക. അങ്ങനെ ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ്, അതായത് രണ്ടാമത്തെ നമ്പേഴ്സ് ആയിട്ട് കിട്ടും. ഇതിൽ 1, 2 പോയി 3 വന്നു, പിന്നെ 4 പോയി, പിന്നെ 5 ആണ് വരാം. അങ്ങനെയായിരിക്കും റേഞ്ച് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം സ്റ്റെപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത നമ്പർ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റേഞ്ച് 1, 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ നമ്പേഴ്സ് ആണ് എക്സിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടാവുക. ദെൻ എക്സിൽ ഈ പറഞ്ഞ എക്സ്പ്രഷനിൽ നമുക്ക് ഇപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സ്ക്വയർ കിട്ടും. 1, 4, 9, 16, 25, 36, 49 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ 81 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് നമ്പർ എന്താണ് വരുന്നത്, സ്ക്വയർ വാല്യൂ എന്താണ് വരുന്നത്, അങ്ങനെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിയിട്ട് അതിന്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും ഇവിടെ അത് ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിലെ ലിസ്റ്റ് വന്നിട്ട് എന്ന് പറയുന്നത് എന്താണ് 1, 4, 9, 16 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നമുക്ക് 100 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മളൊരു എന്താ പറയാ ഒരു ഒറ്റ ലൈനിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ വരുന്ന നമ്പേഴ്സിൽ എനിക്ക് എന്തെങ്കിലും കണ്ടീഷനും കൂടി കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ വന്നിട്ട് ഇപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ എ ഇസ് ഈക്വൽ ടു എൻ്റെ എക്സ് സ്റ്റാർ 2 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കൊടുത്തു. ഫോർ എക്സ് എന്ന് പറയുന്ന ആള് ഇൻ റേഞ്ച് എവിടെ നിന്ന് വരുന്ന ഒരു റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. 1, 11, അതായത് 1 മുതൽ 10 വരെയുള്ള ആൾക്കാരാണ് വേണ്ടത്. ഇഫ് ഞാൻ പറയാണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന ആള് 2ന്റെ ഗുണിതമാണെങ്കിൽ മാത്രം എനിക്ക് ആൻസർ തന്നാൽ മതി. അതായത് എക്സ് എന്ന് പറയുന്നതിന്റെ നമ്മൾ മോഡ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ടു 0 ആണ്. അതാണ് 2ന്റെ ഗുണിതം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സംഖ്യനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0 ആണ് ശിഷ്ടം വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ അത് 2ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ മാത്രം എങ്ങോട്ട് കൊടുത്താൽ മതി, ഇതിന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ മതി. അതാണ് ഈ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക. അപ്പം 1 അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുക,
ചെയ്യുന്നുണ്ടാവില്ല, 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും, 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമായിരിക്കും നമുക്ക് പിന്നെ ഇതിൽ വരുന്നുണ്ടാവുക. അപ്പം എക്സിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമ്മുടെ എക്സ്പ്രഷനിലേക്ക് അത് പോകുമ്പോൾ 4, പിന്നെ 16, പിന്നെ 36 എന്നൊക്കെ പറഞ്ഞിട്ട് 64 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടീഷനും കൂടി അഡീഷണലി എക്സ്ട്രാ അതിന്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ഇതിൽ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പിനെ എടുത്തിട്ട് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റാം. അതാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിന്റെ കേസിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സ്ട്രിങ്ങിനെ എടുത്തിട്ട് ലിസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ലിസ്റ്റിന് ടപ്പിളിനെ എടുത്തിട്ട് ലിസ്റ്റ് ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. സ്ട്രിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡാറ്റ സ്ട്രക്ചർ ആണ്, അതിന് നമുക്ക് ലിസ്റ്റ് ആക്കാനാണ് പോകുന്നത്. അപ്പം ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് 2 മെത്തേഡുകളാണ് വരുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, ലിസ്റ്റ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു സ്ട്രിങ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഒരു എന്താ പറയുക HELLO എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അവിടെ അതിന്റെ വേർഡ്സ് എല്ലാം ഓരോ എലമെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ലിസ്റ്റ് അവിടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ A is equal to ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്ട്രിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ എ ഡോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, ഇതിൽ നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നമുക്ക് ഹലോ എന്നുള്ള വേർഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ വേർഡ് വേൾഡ് എന്നുള്ള വേർഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ ലിസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ലെറ്റേഴ്സ് ആയിരിക്കും എലമെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ വേർഡ്സ് ആയിരിക്കും എലമെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി സ്പ്ലിറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ നമുക്ക് പാരാമീറ്ററിനെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏതെങ്കിലും സബ്സ്ട്രിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ ഏതെങ്കിലും സബ്സ്ട്രിംഗ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ എ ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ ഞാൻ സബ്സ്ട്രിംഗ് കൊടുക്കുന്നത് O എന്ന് പറഞ്ഞ സബ്സ്ട്രിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ വരുന്നുണ്ടാവുക ആദ്യം HELL വരെയുള്ള ഭാഗം വരും, ദെൻ അടുത്ത ഓനത് വിഴുങ്ങും. ഓക്കെ, എന്നിട്ട് W എന്ന് പറഞ്ഞ ഭാഗം വരും, അതിന്റെ അപ്പുറത്ത് ഓനത് വിഴുങ്ങും, പിന്നെ RLD എന്ന് പറഞ്ഞുള്ള ഭാഗം വരും. അപ്പം ഓനെ ബേസ് ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ആക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് നമുക്കിങ്ങനെ ഇതിൽ വരുന്ന രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ടപ്പിളിനെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് ലിസ്റ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു മെത്തേഡ് മാത്രമാണ് ബിൽറ്റ് ഇൻ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഉള്ളിൽ ടപ്പിൾ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സാധാ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് കൊണ്ടുപോയി ഇടുന്നതിനാണ് നമ്മൾ ഈ ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ ടപ്പിൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കി മാറ്റണം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് കിടക്കുന്നതും സാധാ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് കിടക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് ടപ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്ക് ടപ്പിൾ മാനിപ്പുലേഷൻസ് ഒന്നും നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ടപ്പിളിനെ ലിസ്റ്റാക്കി മാറ്റിയിട്ടായിരിക്കും അതിൽ മാനിപ്പുലേഷൻസ് നടത്തുന്നുണ്ടാവുക. ഇനി മൂന്നാമത്തെ ഇതിൽ വരുന്നത് സെറ്റിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലിസ്റ്റാക്കി മാറ്റണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ സെറ്റ് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇനി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കേളി ബ്രേസസിന്റെ ഉള്ളിൽ ഇങ്ങനെ എലമെന്റ്സ് കൊണ്ടുപോയിടുന്നതിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിനും അതിൻ്റെതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇങ്ങനെ കേളി ബ്രേസസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റാക്കി മാറ്റിയാൽ മാത്രമാണ് ചില സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ള മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സെറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ അടുത്ത ഡാറ്റ സ്ട്രക്ചർ ഡിക്ഷണറി ആണ്. അപ്പം നമുക്ക് എന്താണ് ഫസ്റ്റ് ഡിക്ഷണറി എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഡി എന്ന പേരിൽ ഒരു കുഞ്ഞ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അതിൽ ഡിക്ഷണറിയുടെ ഉള്ളിൽ കീൻ്റെയും വാല്യൂൻ്റെയും പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് നമ്മൾ കേളി ബ്രേസസിന്റെ ഉള്ളിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ഇപ്പം ഇതിൽ ഞാൻ A എന്ന് പറയുന്ന ഒരു കീയിടാണ്, അതിന്റെ വാല്യൂ ആയിട്ട് 1 ഇടാണ്. B എന്ന് പറയുന്ന അടുത്തൊരു കീയിടാണ്, അതിന്റെ വാല്യൂ ആയിട്ട് 2 ഇടാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ ഇടേണ്ടത് ഇങ്ങനത്തെ ഒരു കോളം വെച്ചിട്ടാണ്. ദെൻ C എന്ന് പറയുന്ന അടുത്ത ഒരു എലമെന്റ് അടുത്തൊരു കീ ഉണ്ട്, അതിന്റെ വാല്യൂ ഞാൻ 3 ഇടാണ്. ഓക്കെ, അപ്പം ഈ ABC എന്ന് പറയുന്നതാണ് അതിന്റെ കീ വരുന്നത്, അതുപോലെ തന്നെ 1 2 3 എന്ന് പറയുന്നതാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്ഷണറിക്കും അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളുണ്ട്. ഇനി ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഈ ഒരു കീ വാല്യൂ പെയേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ കീൻ്റെ മാത്രമായിട്ട് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, വാല്യൂവിൻ്റെ മാത്രമായിട്ട് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് കീ വാല്യൂ പേഴ്സിൻ്റെ മാത്രം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. അതിൽ നമ്മുടെ ഡിക്ഷണറിയുടെ പേര് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് ഇടുക.
എന്നിട്ട് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വരുന്നുണ്ടാവുക നമ്മുടെ കീ വാല്യൂ പെയർസിന്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ടപ്പിൾ ഓഫ് ലിസ്റ്റ് ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ A,1, B,2 അടുത്തത് C,3 എന്ന് പറഞ്ഞിട്ട് കീ വാല്യൂ പെയർസിന്റെ ഒരു ടപ്പിൾ ഓഫ് ലിസ്റ്റ് നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് നമുക്ക് കീസ് മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ള ഡി ഡോട്ട് കീസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് A,B,C എന്ന് പറഞ്ഞിട്ട് നമുക്ക് കീസ് മാത്രമായിട്ടുള്ള ആ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വാല്യൂസിന്റെ മാത്രമായിട്ടുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് ഡി ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് 1,2,3 എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂസ് മാത്രം എടുത്തിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിക്ഷണറിയിലെ 3 മെത്തേഡ്സ്, ഡിക്ഷണറിനെ ലിസ്റ്റ് ആക്കി മാറ്റാനുള്ള 3 മെത്തേഡ്സ് വരുന്നത്. ഇതല്ലാണ്ട് ലിസ്റ്റ് കോംപ്രഹെൻഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സിൻടാക്സ് വരുന്നത് അതിൽ അപ്പോൾ ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, A is equal to എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കീ ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഓക്കെ, കീനും വാല്യൂനും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ കീ ആൻഡ് വാല്യൂ എവിടെ നിന്ന് വരുന്നതെന്നുള്ള പറഞ്ഞു കൊടുക്കും. അതിന് ഫോർ കീ വാല്യൂ ഇൻ ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ്. നമ്മുടെ ഡിക്ഷണറിയുടെ പേര് ഡി ആണെങ്കിൽ ഡി ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡി ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഡി ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ആൻസർ ആയിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യം എവിടെ വരുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് ഇതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇഫ് ഇപ്പോൾ കീ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ ആവരുത്, അതായത് എ കീ വരുന്ന സമയത്ത് എനിക്ക് ആ കീ വാല്യൂ പേരിന് വേണ്ട എന്നുള്ള ഒരു കണ്ടീഷൻ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കണ്ടീഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് കീ ആൻഡ് വാല്യൂ പെയറിന് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വേറൊരു ഫംഗ്ഷൻ വരുന്നത് സിപ്പ് ഫംഗ്ഷൻ ആണ്. സിപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ സിപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സിപ്പ് ഫംഗ്ഷൻ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സിപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ലിസ്റ്റസ് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അതിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് സിപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ സിപ്പ് എന്ന് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ലിസ്റ്റിന്റെ പേര് എഴുതുക, രണ്ടാമത്തെ ലിസ്റ്റിന്റെ പേര് കൊടുക്കുക. ഓക്കെ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു 10, 20, 30 കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു 100, 200, 300 കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പം ഇതിന് പരസ്പരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കും, സിപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം ഇങ്ങനെ ഒരു പെയറായിരിക്കും. 10, 100 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയർ വരും. അപ്പോൾ തന്നെ 20, 200 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയർ വരും. അപ്പോൾ തന്നെ 30, 300 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയറും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് ലിസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ മൊത്തം സിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എടുത്തിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടണം. അല്ലെങ്കിൽ സിപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സിപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ ഇതാണ് സിപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിലധികം ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വെക്കുന്നുണ്ട്, അതിനെ പരസ്പരം സിപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡിക്ഷണറിയുടെ ഉള്ളിൽ യൂസ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡിക്ഷണറിയുടെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ സിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറിയുടെ ഉള്ളിൽ ഡിക്ഷണറി ഡോട്ട് കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വിളിച്ചിട്ട് ഡിക്ഷണറിയുടെ കീസിന്റെ ഒരു ലിസ്റ്റ് എടുക്കും. ഡിക്ഷണറി ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസിന്റെയും ഒരു ലിസ്റ്റ് ഞാൻ എടുക്കും. അപ്പോൾ കീസിന്റെ ലിസ്റ്റ് വരുന്നത് A, B, C എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വാല്യൂസിന്റെ ലിസ്റ്റ് വരുന്നത് 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഈ രണ്ട് ലിസ്റ്റിനെ ഞാൻ സിപ്പ് ചെയ്തിട്ട് അതൊരു ലിസ്റ്റിന്റെയോ ടപ്പിളിന്റെയോ ഒക്കെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ലിസ്റ്റിന്റെ ഉള്ളിൽ A, 1 അതുപോലെ തന്നെ B, 2 അതുപോലെ തന്നെ എനിക്ക് C,3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ടപ്പിൾ ഓഫ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഡയറക്റ്റ് നമ്മൾ ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ് വെച്ചിട്ട് വിളിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യേണ്ട വരും, സിപ്പ് എടുത്തിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്നത് ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ സിപ്പിൽ നമ്മൾ 5ാമത്തെ മെത്തേഡ് ആയിരുന്നു. 6ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടും. ഓക്കെ, അപ്പം എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എംപ്റ്റി ലിസ്റ്റ് അസൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ പറയാണ് എൻ്റെ ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ കീ ആൻഡ് വാല്യൂ പേഴ്സിനെ വിളിക്കുകയാണ്. കീ വാല്യൂ
or key comma value in d dot items. ഓക്കെ, അപ്പൊ d dot items എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. ഈ d dot items എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഈ കിടക്കുന്ന ഈ ആള്. ഓക്കെ, ഈ ഒരു a,1 b,2 എന്ന് പറയുന്ന ഈ ആൾക്കാരാണ് വരുന്നത് ഡിക്ഷണറി ഡോട്ട് ഐറ്റംസിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ എ എന്ന് പറയുന്ന ഈ a, b, c എന്ന് പറയുന്ന ആൾക്കാരാണ് കീ ആയിട്ട് പോകുന്നുണ്ടാവുക. വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന ആൾക്കാരായിട്ടും വരുന്നുണ്ടാവുക. ഇപ്പം എനിക്ക് ഇപ്പൊ ഇതിൽ ഈ കീയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ വരുത്തണം അല്ലെങ്കിൽ വാല്യൂയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കീ ആൻഡ് വാല്യൂ പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കീനെ എടുത്തിട്ട് കീ ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എന്ന് സ്ട്രിങ് പഠിക്കുമ്പോൾ ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാനിതിൽ നമ്മുടെ ആ ഒരു എം ടി ലിസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് അപ്പൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൻഡ് ചെയ്യുമ്പോൾ കീ കോമ വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ പ്രിന്റ് എ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ ആയിട്ട് വരുന്നുണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റിൻ്റെ ഉള്ളിൽ a,1 b,2 ആൻഡ് c,3 എന്ന് പറയുന്ന എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. കാരണം നമ്മൾ ഈ എ ബി സി എന്ന് പറയുന്ന കീസിനെ എടുത്തിട്ട് എന്ത് ചെയ്തായിരുന്നു അപ്പർ കേസിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നമ്മുടെ കീ ആൻഡ് വാല്യൂസിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. നമ്മുടെ ലൂപ്പിൽ വരുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അത് അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ദ ലിസ്റ്റ്, അതായത് ലിസ്റ്റിനെ ചേഞ്ച് ചെയ്യാത്ത ടൈപ്പ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഡസ് നോട്ട് ചേഞ്ച് ഒറിജിനൽ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് അപ്പം ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻസ് എടുക്കുക. ലിസ്റ്റ് എങ്ങനെയായിരിക്കുന്നത്, അതിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എടുക്കുന്ന പരിപാടിയാണ് ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പം സപ്പോസ് നമ്മുടെ ഒരു ലിസ്റ്റ് വരുന്നത് a is equal to 1, 3, 5, 2, 4, 1, 3, 2 ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് വരുന്നത് കേട്ടോ. ഞാനിതിൽ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എ ഡോട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ 3 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ എ എന്ന് പറയുന്ന ലിസ്റ്റിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കും. ഇതിലിപ്പം 3, 1, 2 രണ്ട് തവണയാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഇതാണ് കൗണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പം ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഒന്നൊരു വാല്യൂം കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻഡെക്സ് പൊസിഷനും കൂടിയും കൊടുക്കാൻ പറ്റും. സപ്പോസ് ഞാനിവിടെ എ ഡോട്ട് ഇൻഡെക്സ് ഫസ്റ്റ് ഞാനിവിടെ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ 3ന്റെ ഇൻഡെക്സ് ഇതിൽ 0, 1 ആണ് വരുന്നത്. നമുക്ക് 1 റിട്ടേൺ ചെയ്യും. ഇപ്പം ഞാനിവിടെ എ ഡോട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഈ 3 എനിക്ക് 1ന് ശേഷം പിന്നെ വരുന്ന 3ന്റെ ഇൻഡെക്സ് കിട്ടണം. അപ്പം ഞാനിവിടെ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതായത് രണ്ടാമത്തെ ഇൻഡെക്സിന് ശേഷം വരുന്ന 3ന്റെ ഇൻഡെക്സ് എനിക്ക് കിട്ടണം. അപ്പം ഞാനിത് നോക്കിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 5ന് 2 ആണ് വരുന്നത്, 3, 4, 5, 6 ആണ് വരുന്നത്. അപ്പം എനിക്ക് കറസ്പോണ്ടിങ് 6 അത് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് ഇതിൽ വരുന്നത് മൂന്നാമത്തെ ഫംഗ്ഷൻ വരുന്നത് കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എ ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ നമ്മുടെ ലിസ്റ്റിന്റെ ഒരു കോപ്പി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് മാക്സ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലത്തെ ലിസ്റ്റ് സപ്പോസ് ഇങ്ങനെയായിരിക്കും വിചാരിക്കുക. 1, 3, 5, 3, 4, 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ വരുന്നത് 5 ആണ്. അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് മിനിമം ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഉള്ളിലത്തെ മിനിമം വാല്യൂ 1 ആണ് വരുന്നത്. അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ ആറാമത്തെ വരുന്നത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ഇത് നമ്മൾ ടോട്ടൽ എത്ര എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എയുടെ ഉള്ളിൽ എത്ര എലമെന്റ്സ് വരുന്നുണ്ട് ആ എലമെന്റ്സ് നമുക്ക് ഇത് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ നമ്മുടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ദ ഒറിജിനൽ ലിസ്റ്റ്. ഒറിജിനൽ ലിസ്റ്റിനെ അത് ചേഞ്ച് ചെയ്യില്ല, അങ്ങനത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വരുന്നത്. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറെ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കൺകാറ്റിനേഷൻ ആണ്. ഇപ്പം നമ്മുടെ ലിസ്റ്റ് ഇത് തന്നെയായിട്ട് എടുക്കുക. എ എന്ന് പറയുന്ന ലിസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്
നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിച്ച് ഈ പ്ലസിനെയാണ് നമ്മളിൽ കൺകാറ്റിനേഷൻ ലിസ്റ്റിലെ ടപ്പിളിൽ സ്ട്രിങ്ങിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ പ്ലസിനെ നമ്മൾ അല്ലെങ്കിൽ അഡീഷനെ നമ്മൾ കൺകാറ്റിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം കൺകാറ്റിനേഷൻ ഇപ്പം നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് 10, 20, 30 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റും കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പം സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ 1, 3, 5, 3, 4, 2, 10, 20, 30 എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് ആ ഒരു ലിസ്റ്റിനെയും കൂടി പ്ലസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച ലിസ്റ്റിന്റെ ഉള്ളിലത്തെ മെത്തേഡിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ കൺകാറ്റിനേഷൻ വെച്ചിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഇതിൽ വരുന്ന വേറൊരു മെത്തേഡാണ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സി ആയിട്ട് വരുന്നുണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഫുൾ സംഭവം 1, 3, 5, 3, 4, 2 വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും 1, 3, 5, 3, 4, 2. ഓക്കെ, സോ നമുക്കത് എത്ര തവണ കൊടുത്തിട്ടുണ്ടോ അത്രയും തവണ. ഇപ്പൊ 2 തവണയാണെങ്കിൽ 2 തവണ റിപ്പീറ്റ് ചെയ്യും. 3 തവണയാണ് ഇത് 3 കൊടുക്കുന്നതെങ്കിൽ 3 തവണ അത് റിപ്പീറ്റ് ആയിട്ട് വരും. അതാണ് റിപ്പീറ്റേഷൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് രണ്ടാമത്തെ ടൈപ്പ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷന് വന്നിട്ട് അത് ചേഞ്ച് ആക്കും. വിച്ച് ചേഞ്ച് ദ ഒറിജിനൽ ലിസ്റ്റ്. ഓക്കെ, ഒറിജിനൽ ലിസ്റ്റിന് വന്നിട്ട് അത് ചേഞ്ച് ചെയ്ത് വിടും. അപ്പം അതിൽ ഫസ്റ്റ് വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൻഡ് മെത്തേഡ് ആണ്. നമ്മൾ പഠിച്ചതാണ് എ ഡോട്ട് അപ്പൻഡിന്റെ ഉള്ളിൽ വാല്യൂ കൊണ്ടുപോയി കൊടുക്കുക, അതാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് മെത്തേഡ് ആണ്. എ ഡോട്ട് എക്സ്റ്റെൻഡ്, അപ്പം എക്സ്റ്റെൻഡിന്റെ ഉള്ളിൽ ഒരു പുതിയ ലിസ്റ്റ് കൊണ്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നമ്മുടെ കൺകാറ്റിനേഷൻ മെത്തേഡിനെ റിപ്ലേസ് ചെയ്യുന്ന പോലത്തെ ഒരു മെത്തേഡാണ്. പിന്നെ മൂന്നാമത്തെ ഇതിന്റെ ഉള്ളിൽ വരുന്നത് എ ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇൻസേർട്ടിന്റെ ഉള്ളിൽ നമുക്ക് ഇൻഡെക്സ് പൊസിഷനും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ വാല്യൂ കൂടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നാലാമത്തെ വരുന്നത് ഇതിന്റെ ഉള്ളിൽ എ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അതിന്റെ ഉള്ളിൽ വാല്യൂ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂവിനെ അത് റിമൂവ് ചെയ്ത് തരും. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡ്, ഫിഫ്ത്ത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം എ ഇസ് ഈക്വൽ ടു 1, 2, 3 എന്ന് പറഞ്ഞ കുഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അതിന് റിവേഴ്സ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ബി എന്ന് പറഞ്ഞൊരു വാരിയബിൾ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ലിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കണം. റിവേഴ്സ്ഡ് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഇതിൽ റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്താണോ റിവേഴ്സ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് അതിന് കൊടുക്കണം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ കിട്ടും. ഇതന്നെ നമുക്ക് സേ ഓഫ് ::-1 എന്ന് കൊടുത്താൽ ഇത് അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമാറ്റ് ആണിത്. റിവേഴ്സ്ഡിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമാറ്റ് ആണിത്. ഓക്കെ, ലിസ്റ്റിൽ കേട്ടോ. അപ്പം ഇതാണ് ലിസ്റ്റിൽ വരുന്നത്. പിന്നെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് വരുന്നത്. പിന്നെ സോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വരുന്നുണ്ട്. അത് 6th മെത്തേഡാണ്. അതിൽ ബി ഇസ് ഈക്വൽ ടു നമ്മൾ സോർട്ടഡ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞ റിവേഴ്സ്ഡ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന്റെ ആൻസർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വരും. പക്ഷേ സോർട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊന്നുമില്ല. സോർട്ടഡ് എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് അസെൻഡിങ് ഓർഡറിൽ ഒരു ആൻസർ ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്ത ഒരു വാല്യൂ അതിൻ്റെ ഉള്ളിൽ കിട്ടിക്കോളും. ഇതാണ് സോർട്ടഡ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ലൂപ്പിംഗ് ആണ്. അപ്പോൾ ലിസ്റ്റിൽ നമുക്ക് എങ്ങനെയൊക്കെ ലൂപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ലാസ്റ്റ് മെത്തേഡ് ലൂപ്പിംഗ് ഇൻ ലിസ്റ്റ്. അപ്പം ഇതിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫോർ ഐ ഇൻ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ലെങ്ത് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പം എ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ ലെങ്ത് കൊടുക്കുകയാണ്. അപ്പം എ എന്ന് പറയുന്ന ലിസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് 5, 4, 3, 5, 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ ലെങ്ത് 1, 2, 3, 4, 5 ആ 5 കൊടുക്കുന്നതിന് ഈക്വൽ ആണ് ഈ ലെങ്ത് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഇത് ഉദ്ദേശിക്കുന്നത് റേഞ്ച് ഓഫ് 5 എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ഐ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതിന് ഇൻഡെക്സ് പൊസിഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇതിൽ 0, 1, 2, 3, 4 ഉള്ള ഇൻഡെക്സ് പൊസിഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഇതിൽ പ്രിന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ലിസ്റ്റിന്റെ പേര് കൊടുക്കുക, എന്നിട്ട് ലിസ്റ്റ് ഓഫ് എ ഓഫ് ഐ. അപ്പോൾ ഇത് ഇൻഡെക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പം എ ഓഫ് 0 എന്ന് പറയുന്ന ആള് എന്താണ് കറസ്പോണ്ടിങ് ഇതിൽ എ ഓഫ് 0 എന്ന് പറയുന്ന ആള് 5 ആണ് വരുന്നത്, ആൻസർ കിട്ടും. എ ഓഫ് 1 എന്ന് പറയുന്ന ആള് വരുന്നത് കറസ്പോണ്ടിങ് 4 ആണ്. അപ്പം എ ഓഫ് 2 എന്ന് പറയുന്ന ആള് വരുന്നത് കറസ്പോണ്ടിങ് 3 ആണ്. എ ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് വരുന്നത് കറസ്പോണ്ടിങ് എത്രയാണ് വരുന്നത്, ഇതിൽ എ ഓഫ് 0, 1, 2, 3, 4, 5 ആണ് വരുന്നത്.
പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന എ ഓഫ് 4 ആണ്. 4 വരെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് 2 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സിന് ഈ ഒരു ഫോർ ലൂപ്പ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. കറസ്പോണ്ടിങ് അതിന്റെ ഇൻഡെക്സ് പൊസിഷനും കൂടി ഇങ്ങനെ ലൂപ്പിംഗ് ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ രണ്ടാമത്തെ മെത്തേഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 4i in ലിസ്റ്റിന്റെ പേരെന്താണോ അത് കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിന്റെ ഉള്ളിലത്തെ ഓരോ എലമെന്റ്സ് ആയിട്ട് കിട്ടും. 5, 4, 3, 5, 2 എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്കിതിൽ പെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ലൂപ്പിൽ കോംപ്രഹെൻഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്. അത് ഇതിന്റെ ലാസ്റ്റിൽ വരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ പെയറിംഗ് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ രണ്ട് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്, 10, 20, 30 കിടക്കട്ടെ. ഓക്കെ, ദെൻ ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വേറൊരു ലിസ്റ്റും കൂടി ഉണ്ട്, 100, 200, 300. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തു, ഒരു വേരിയബിളിന്റെ പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൽ ലിസ്റ്റ് കോംപ്രഹെൻഷൻ ഉപയോഗിക്കുകയാണ്. ഞാൻ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. ഇത് പറയാണ് ഈ എക്സ് എടുക്കേണ്ടത് ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 1 നിന്ന് വേണം എടുക്കാനായിട്ട്, ആൻഡ് ഫോർ വൈ ഇൻ ലിസ്റ്റ് 2 നിന്ന് വേണം ഫോർ വൈനെ എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക എന്താണ്, ഒരു പെയറിംഗ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. 10നെ 100 കൊണ്ട് പെയർ ചെയ്യും, അതുപോലെ 10നെ 200 കൊണ്ട് പെയർ ചെയ്യും, 10നെ 300 കൊണ്ട് പെയർ ചെയ്യും. അങ്ങനെ ഒരു പെയർ ഓഫ് ആൾക്കാരിനായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എലമെന്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതിനെ 20നെ 100 കൊണ്ട് പെയർ ചെയ്യും, 20നെ 200 കൊണ്ട് പെയർ ചെയ്യും, 20നെ 300 കൊണ്ട് പെയർ ചെയ്യും. അതുപോലെ തന്നെ 30നെ 100 കൊണ്ട് പെയർ ചെയ്യും, 30നെ 200 കൊണ്ട് പെയർ ചെയ്യും, 30നെ 300 കൊണ്ടും പെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ പെയർ ഓഫ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് പരസ്പരം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് കോംപ്രഹെൻഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ പെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടീഷൻസും കാര്യങ്ങളും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കണ്ടീഷൻ കൊടുക്കാനായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇനി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലിസ്റ്റിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻസ് വരുന്നത്. ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.